ഓക്കെ, അതിൽ കഴിഞ്ഞ പോർഷനിൽ ചെക്ക് യുവർ സെൽഫ് എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ ഈസ് ഡാഷ്, ഡിഫൈൻ ഡാറ്റ പ്രോസസ്സിംഗ്, വട്ട് ഈസ് ക്യാഷ് മെമ്മറി, വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ALU. ഇതിനൊക്കെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് IO ഡിവൈസസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. കമ്പ്യൂട്ടറിൽ ഇപ്പം നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. ടാഞ്ചിബിൾ പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി അതിൽ പ്രോസറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി കുറച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന പോർട്ടിൽ കണക്ട് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസസിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫെമിലിയറാണ്, നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു പോർഷൻ അല്ല ഇത്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസസ് ആണ്. നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചപ്പം ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതിലൊരുപാട് ഡിവൈസസ് ഉണ്ടെന്ന് അവിടെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇനി ഔട്ട്പുട്ട് ആണെങ്കിലോ, നമുക്ക് ആ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം CPU ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. പോർട്ടുകൾ വഴിയാണ് കണക്ട് ചെയ്യുക. CPU ത്രൂ വേരിയസ് പോർട്സ് ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വയർലെസ് ടെക്നോളജി. അല്ലെങ്കിൽ പിന്നെ വയർലെസ് ടെക്നോളജി, വൈഫൈ, ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അല്ലെങ്കിൽ വയർ വെച്ച് പോർട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് CPU ആയിട്ട് ഈ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് കീബോർഡാണ്. കീബോർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ആസ്കി കോഡായിരിക്കും കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ. ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആസ്കി കോഡാണ് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. വയർലെസ് കീബോർഡുണ്ട്, വയർഡ് കീബോർഡുണ്ട്. ഇനി മൗസ് ആണെങ്കിലും നിങ്ങൾക്കറിയാം ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. നമുക്കതിനെ പൊസിഷനിൽ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തിട്ട് പൊസിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൗസ് പാഡിലാണ് നമ്മളതിങ്ങനെ സർഫസിൽ മൂവ് ചെയ്യാം. ഒപ്റ്റിക്കൽ ലേസർ മൗസ് ഉണ്ട്, അതുപോലെ ബാൾ മൗസ് ഉണ്ട്, പലതരം വയർലെസ് ഉണ്ട്, വയേർഡും ഉണ്ട്. ഇനി ലൈറ്റ് പെൻ ഉണ്ട്, വേറെ അതും ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. ഒരു പെന്നിനെ പോലെ, ഷേപ്പ് പെന്നിനെ പോലെയാണ്. അത് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും, അങ്ങനെ പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ പറ്റും. എൻജിനീയേഴ്സൊക്കെയാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അടുത്ത ടച്ച് സ്ക്രീൻ. എന്തിനാ ഇപ്പോൾ ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് പറഞ്ഞിടേണ്ട ആവശ്യമില്ല. എന്താണ്, മൊബൈലിലൊക്കെ ടച്ച് സ്ക്രീനാണ്. നമ്മൾ എന്താ പറയുക, സിംപിളി ടച്ച് ചെയ്യുമ്പോൾ തന്നെ, ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രാഫിക് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിവൈസ് ഉണ്ട്. അത് എന്താ പറയുക, സ്പെഷ്യൽ പെൻ തന്നെയാണ്. അത് ആർട്ടിസ്റ്റുകളാണ് ഈ ഗ്രാഫിക്കൽ ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡ്രോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്സ്. അടുത്ത ജോയ്സ്റ്റിക്ക്. ഇത് നിങ്ങൾക്ക് അറിയാവും, ഈ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ സിമുലേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, റോബോട്ട്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയ്സ്റ്റിക്ക്. ഗെയിമിൽ, വീഡിയോ ഗെയിം കളിക്കുമ്പോൾ നിങ്ങളെ കയ്യിലുണ്ടായുണ്ടോ അങ്ങനെ ഒരു ഡിവൈസ്? ഇനി മൈക്രോഫോൺ. മൈക്ക് പിന്നെ എന്തിനാണ്, ആക്സെപ്റ്റ് സൗണ്ട് ആൻഡ് കൺവേർട്ട് ഇൻ ടു ഡിജിറ്റൽ ഫോമാറ്റ്. നമ്മൾ അനലോഗ് ഫോമാറ്റിലായിരിക്കും നമ്മളുടെ സൗണ്ട്, അതിന് ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഇനി സ്കാനർ ഉണ്ട്. സ്കാനർ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പം ഓരോ കാര്യത്തിന് സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്തിട്ട് ഓരോ ഡോക്യുമെൻ്റൊക്കെ കയറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ സ്ക്രിപ്റ്റുകൾ നമ്മൾ എഴുതിയത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിന്നെ രേഖകൾ, ഫോമുകളൊക്കെ ക്വാളിറ്റി ഇമേജ് ആയിട്ട് അതിന് സ്കാനർ ഉപയോഗിച്ചിട്ട്, അത് ഒപ്റ്റിക്കൽ കാലർ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് അതിനെ അങ്ങോട്ടേക്ക് സ്കാൻ ചെയ്യുന്നത്. അത് പിന്നെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ്. അത് വേറൊരു സ്കാനിങ് മെത്തേഡാണ്. അത് എന്താ പറയുക, പിന്നെ OMR ഷീറ്റ് എന്ന് പറയും. ഇപ്പം നമ്മളിപ്പോൾ ബബിൾ ചെയ്തിട്ട് ഇപ്പോൾ PSC ഒക്കെ പോലുള്ള എൻട്രൻസ് പോലുള്ള ടെസ്റ്റുകളൊക്കെ OMR ഷീറ്റിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ബബിൾ ചെയ്യും. അത് പെട്ടെന്ന് സ്കാനറിൽ ഇപ്പം കുറേ ലാർജ് നമ്പർ ഓഫ് ആൻഫിൽഡ് ഫോംസ് ഒറ്റയടിക്ക് എന്ത് ചെയ്യും, പിന്നെ ഇതിൽ വാല്യൂ ചെയ്യാൻ പറ്റും. ആക്യുറസിയിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബാർകോഡ്, QR കോഡ് റീഡർ. ഇത് ഞാൻ പറയാതെ ഞാൻ എന്തിനു പറയണം എന്നാണ്. ബാർകോഡ് റീഡർ നിങ്ങൾ ഏതൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാലും ബാർകോഡ് റീഡർ ഉണ്ടായിരുന്നു അല്ലേ. നമ്മളുടെ ഏതൊരു പ്രോഡക്റ്റിൻ്റെ മേലും ജസ്റ്റ് അവരിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വിടും. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ബാർകോഡ് അവരിങ്ങനെ ചെയ്യുന്ന ആ സാധനത്തിനെയാണ് ഇൻപുട്ട്. ആ ഇൻപുട്ടിനാണ് ബാർകോഡ് റീഡർ എന്ന് പറയാം. ഇനി ഇപ്പോൾ QR കോഡ് റീഡറാണ്. ബാർകോഡിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് QR കോഡ്. അതിൽ അഡ്രസ് സൈറ്റും കൂടെ ഉണ്ടാവും.
അപ്പോൾ QR കോഡ് നിങ്ങൾ ഒരുപാട് സ്കാൻ ചെയ്ത് നോക്കിയതാണ് നിങ്ങളുടെ നമ്മുടെ മൊബൈലിൽ വെച്ചിട്ട് QR കോഡ് 2 ഡയമെൻഷനിലാണ്. അതിൽ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാകും ബാർകോഡിനേക്കാളും. അത് മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് സ്കാൻ ചെയ്ത് അതിലെ ഇൻഫർമേഷനിലൂടെ ഫോളോ ചെയ്യാം. അപ്പം നമ്മൾ പേ ചെയ്യാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. പെട്രോൾ പമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോപ്പിലൊക്കെ ഉണ്ടാവും. ഇനി മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ചെക്ക് പോലുള്ള ചെക്കൊക്കെ DD ഒക്കെ കണ്ടിട്ടുണ്ടാവും ബാങ്കിൽ. അതിലുള്ള ഡാറ്റകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. ചെക്ക് നമ്പർ, ബ്രാഞ്ച് കോഡ്, ഈ ചെക്കിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്പർ കറക്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബയോമെട്രിക് സെൻസർ. നമ്മൾ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ സെൻസ് ചെയ്യുന്ന രീതിയിൽ ചിലയിടത്തൊക്കെ അങ്ങനെയാണ്. ഫിംഗർ വെച്ചിട്ടാണ് അറ്റൻഡൻസ്, അതായത് നമ്മളുടെ അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ പഞ്ച് ചെയ്യാന്ന് പറയാറില്ലേ, പഞ്ച് ചെയ്യുന്ന ഫിംഗർ പ്രിൻ്റ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ റെറ്റിന കണ്ണിൻ്റെ പാറ്റേണൊക്കെ നോക്കിയിട്ടാണ് ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്തിട്ടാണ് സാധാരണ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു പേഴ്സണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യാറുണ്ടല്ലോ സിസ്റ്റം അല്ലേ, നമ്മളെ മൊബൈലൊക്കെ ലോക്ക് ചെയ്യാറുണ്ട്, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി സ്മാർട്ട് കാർഡ് റീഡർ. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിൽ കുറച്ച് ഡാറ്റകൾ സ്റ്റോർ ചെയ്യും. അതിലൊരു ഒരു മെമ്മറി ഉണ്ടാവും, പിന്നെ മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും. അത് പിന്നെ എന്താ പറയുക, ഫോൺ, അതുപോലെ ഇലക്ട്രോണിക് ബാങ്കിങ്, ഹെൽത്ത് കെയർ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അത് യൂസ് ചെയ്യാറ്. ഇത് സ്മാർട്ട് കാർഡ് എന്ന് പറയും. ഇപ്പം നിങ്ങളിപ്പം എന്താ പറയുക, നമ്മളെ കയ്യിലുണ്ടാവില്ലേ, ആ കാർഡ് വെച്ചിട്ടാവും കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റും. ആ കാർഡിൻ്റെ അകത്തൊരു ചിപ്പൊക്കെ ഉണ്ടാവും. നമ്മളെ ATM ഒക്കെ പോലെയുള്ള സ്മാർട്ട് കാർഡാണ്. ഡിജിറ്റൽ ക്യാമറ, അത് ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാം. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്പ്ലേ യൂണിറ്റ് നോക്കാം. മോണിറ്റർ, എങ്ങനെയാണ് ഒരു സാധനം ഡിസ്പ്ലേ ചെയ്യുന്നത്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ CRT മോണിറ്റർ ഉണ്ട്, സ്ക്രീനിനെ കുറിച്ചാണ് പറഞ്ഞത്. LCD മോണിറ്റർ ഉണ്ട്, TFT മോണിറ്റർ ഉണ്ട്, LED മോണിറ്റർ ഉണ്ട്, ഗ്ലാസ് പാസ്പ മോണിറ്റർ ഉണ്ട്, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, OLED മോണിറ്റർ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് OLED മോണിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും എന്താ പറയുക, ക്ലാരിറ്റി വ്യത്യാസമുണ്ട്, കോസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ CRT ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ ഇപ്പം ഹാംഫുള്ളായ കാരണം അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ OLED ഒക്കെയാണ് യൂസ് ചെയ്യാറ്. LCD ഇപ്പം പൊതുവേ യൂസ് ചെയ്യാറില്ല. LED ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഹാംഫുള്ളല്ല. അപ്പോൾ അതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് LCD പ്രൊജക്ടർ ഉണ്ട്. പ്രൊജക്ടർ ഇപ്പോൾ നിങ്ങളെല്ലാ ക്ലാസ് റൂമിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വീഡിയോ പ്രൊജക്ടറാണ്. നമ്മളെ ഒരു കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലുള്ള കാര്യം വലിയൊരു സർഫസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി. നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും, ഓഫീസിൽ കണ്ടിട്ടുണ്ടാവും, DDP സെൻറ്ററിൽ കാണും, വാട്സാപ്പ് എടുക്കുന്നിടത്ത് കൊണ്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പ്രിൻ്റർ. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഇമേജിനെ, എന്താണോ ഒരു ഡോക്യുമെൻറ്റിനെ, അതിൻ്റെ ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്റർ. അപ്പോൾ 2 തരം പ്രിൻ്റർ ഉണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നുള്ള ഇത്. ഇമ്പാക്റ്റ്, നോൺ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ് പ്രിൻ്ററിൻ്റെ. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രിൻ്റേഴ്സ്. ഏതൊക്കെയാണ്? ക്ലാസിഫൈഡ് ആസ് ഇമ്പാക്റ്റ് പ്രിൻ്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ്. അങ്ങനെ 2 തരമുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പേപ്പർ ഇടാറുണ്ടല്ലോ, ആ പേപ്പറും മെഷീനും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ, പ്രിൻ്റ് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റ് വരുമല്ലോ, കോണ്ടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും, കോണ്ടാക്റ്റ് വരുന്നില്ലെങ്കിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സംശയം വരും, എന്താ ഈ കോണ്ടാക്റ്റ് എന്ന്. നിങ്ങൾ കാണുന്ന ഒന്നും കോണ്ടാക്റ്റ് ഇല്ലാത്തതാണ്. ഇപ്പോൾ ലേസർ പ്രിൻ്ററൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അതൊക്കെ കോണ്ടാക്റ്റ് ഇല്ലാത്തതാണ്. കോണ്ടാക്റ്റ് ഉള്ളത് ഭയങ്കര നോയ്സി ആയിരിക്കും. ഇങ്ങനെ പേപ്പറുമ്മൽ വന്ന് അടിക്കുന്ന സൗണ്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പ്രിൻ്റ് എടുക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഡോട്ട് മെട്രിക്സ് ഇമ്പാക്റ്റ് പ്രിൻ്ററിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർബൺ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സാമിന് ചോദിച്ചിരുന്നു, കാർബൺ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിൻ്റർ ഏതാണെന്ന്. അപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴല്ലേ, ടച്ച് ചെയ്യുമ്പോഴല്ലേ കാർബൺ കോപ്പി ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ലെസ്സാണ്, കോസ്റ്റ് ലെസ്സാണ്, അതിന് സ്പീഡ് വളരെ കുറവാണ്. നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിൻ്ററിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത്
ക്യാരക്ടർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു യൂണിറ്റാണ്. അല്ലെങ്കിൽ ലൈൻസ് പെർ മിനിറ്റ് LPM, അല്ലെങ്കിൽ പേജ് പെർ മിനിറ്റ്. ഈ 3 മെഷർമെൻറ്റിലാണ് ഒരു പ്രിൻ്ററിൻ്റെ സ്പീഡ് പറയുന്നത്. അങ്ങനെ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ഉണ്ട്. ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. അപ്പോൾ അതിൽ ഇമേജും ഒക്കെ ഈ ഇങ്ക് സ്പ്രേ ചെയ്തുകൊണ്ടാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത് പ്രിൻ്റർ ഹെഡിൽ നിന്ന്. അതാണ് ഇങ്ക്ജെറ്റ്. അത് എക്സ്പെൻസീവാണ്. കോസ്റ്റ് ഇങ്ക്ജെറ്റ് കാട്രിഡ്ജിന് ഭയങ്കര കോസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി ലേസർ പ്രിൻ്റർ ഉണ്ട്. അതും ഒരു നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. അത് ഗുഡ് ക്വാളിറ്റി ഇമേജ്, അതായിരിക്കും നിങ്ങൾ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവുക, നോൺ ഇമ്പാക്റ്റ്. ഇനി മോണോക്രോം കളർ ലേസർ പ്രിൻറ്റേഴ്സ് ഉണ്ട്. അത് അവൈലബിൾ ആണ്. മോണോക്രോം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളറും അവൈലബിൾ ആണ്. ഇനി കളർ ലേസറിന് പ്രിൻ്ററിന് മൾട്ടിപ്പിൾ കളർ ടോണർ ഉണ്ടാവും. ടോണറിൽ വെച്ചിട്ടാണ് ഈ കളർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എക്സ്പെൻസീവാണ്. കളർ പ്രിൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഷോപ്പിൽ പോയിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും പലതും. ലേസർ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്ററാണ്. അതിൻ്റെ സ്പീഡ് പേജ് പെർ മിനിറ്റാണ്. മറ്റേത് ക്യാരക്ടർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇത് പേജ് പെർ മിനിറ്റാണ്. ഒരു മിനിറ്റിൽ അത്ര പേജ് എടുക്കുന്നു എന്നാണ്. ഇനി തെർമൽ പ്രിൻ്റർ ഉണ്ട്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് അതൊരു കോട്ടിംഗ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടിക്കറ്റ്, ഇപ്പോൾ KSRTCയിൽ അത് ടിക്കറ്റ് തരുന്നുണ്ടാവും, ഈ കണ്ടക്ടർ കയ്യിലൊക്കെ ഉണ്ടാവും ഇല്ലേ. പിന്നെ നമ്മൾ എന്താ പറയുക, തെർമൽ പ്രിൻ്റർ വേറെ എവിടെ കണ്ടത്? അത് കുറച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകും. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ ബില്ലൊക്കെ സാധാരണ ഇപ്പോൾ അതാ തരുന്നത്, അതൊക്കെ മാഞ്ഞു പോകാറുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അവർ തരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് തെർമൽ പ്രിൻ്റർ. ഇതാണ് സാധനം, അത് മാഞ്ഞു പോകും. ഇനി പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് പോർട്ടബിൾ പ്രിൻ്ററാണ് കേട്ടോ. ഏത് തെർമൽ പ്രിൻ്റർ. അതുകൊണ്ടാണല്ലോ കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കാൻ പറ്റുന്നത്, കയ്യിൽ പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് തെർമൽ പ്രിൻ്റർ. പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച, ഇപ്പോൾ നമുക്കൊരു വാൾ പോസ്റ്ററൊക്കെ ഉണ്ടാക്കണം, വലിയൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വെക്കേണ്ട പോസ്റ്ററൊക്കെ വേണം. അങ്ങനത്തെ വലിയ മാപ്പ്, അതുപോലെ ആഡ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രോയിങ്സും ഒക്കെ, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ്സൊക്കെ ഉണ്ടാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് വലിയ സ്ക്രീനിലായിരിക്കും അത് വരയ്ക്കുന്നുണ്ടാവുക. അതിനെയാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെറുതായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, ഈ ഡിവൈസ് കണക്ട് ചെയ്താൽ ഡിവൈസിലെ ഈ ഷീറ്റ്, ഇവിടെ ഷീറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, വലിയ ഷീറ്റ്. കോഴിക്കോടൊക്കെ ഏതെങ്കിലും DTP സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ഈ പോസ്റ്റർ അടിക്കുന്നതൊക്കെ കാണാം. ഇത്ര വലിയ ഷീറ്റിലൊക്കെ അടിക്കുന്നത് കാണാം. അതൊക്കെ ജസ്റ്റ് ഫ്രീ ഉള്ളവർ ആരെങ്കിലുമൊക്കെ, ഇപ്പം ഇനി പറ്റുമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഇനി 3D പ്രിൻ്റർ ഉണ്ട്. 3D പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഓബ്ജക്റ്റ് മേലെ, മെറ്റീരിയൽ മേലെ പ്രിൻ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, 3D പ്രിൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. സ്പീക്കേഴ്സ്, സീപ്പ് സ്പീക്കർ പറയണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് ഡിവൈസസ്. അതിന് പ്രിൻ്ററിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ടേബിളൊന്ന് നോക്കാം, ഫീച്ചേഴ്സ് നോക്കാം. ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ്, തെർമൽ, ഡോട്ട് മാട്രിക്സ്. അപ്പോൾ ഡോട്ട് മാട്രിക്സ് ചീപ്പാണ്, ഇത് ഏറ്റവും കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇത് ഏറ്റവും ചീപ്പ്, പിന്നെ അതിനേക്കാളും വില കൂടിയത്, അതിനേക്കാളും വില കൂടിയത്, അങ്ങനെ. അപ്പോൾ പ്രിൻറ്റിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, ഇവിടെ ഇങ്ക് പൗഡർ ആണെങ്കിൽ ഇവിടെ ലിക്വിഡ് ഇങ്കാണ്, ഇവിടെ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്, ഇവിടെ ഇങ്ക് സോക്കറ്റ് റിബണാണ്. ഇനി പ്രിൻ്റ് ചെയ്യുന്നത് പൗഡർ ഇങ്ങനെ പേപ്പറിൽ ഹീറ്റ് ചെയ്തിട്ടാണ്, ഇത് ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടാണ്. തെർമൽ പ്രിൻ്ററാണ് ഇത്. പിന്നിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ, റിബൺമേ പുഷ് ചെയ്യുമ്പോൾ ഇമേജ് വരികയാണ് ചെയ്യുന്നത്. ഇനി 20 പേജ് പെർ മിനിറ്റിലാണ്, 6 പേജ് പെർ മിനിറ്റാണ്, 150 per സെക്കൻഡാണ്, 30 to 550 ക്യാരക്ടർ പെർ സെക്കൻഡ്. അതാണ് ഇതിൻ്റെ ഒരു സ്പീഡ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അത് പ്രിൻറ്റിങ് ക്വാളിറ്റി വെരി ഗുഡാണ്, ഇതും ഗുഡാണ്. കൂടുതലായിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് യൂസ് ചെയ്യാറ്, എസ്പെഷ്യലി ഫോർ സ്മാൾ ഫോൺസ് ആണ് ഇതിന്. ഇനി പുവർ ക്വാളിറ്റിയാണ്, കണ്ടല്ലോ. ഗുഡ് ക്വാളിറ്റി ടെക്സ്റ്റ് പ്രിൻറ്റിങ്, ടെക്സ്റ്റ് ഇമേജിന് അത്ര പോരാ. ഇത് പുവറാണ് ക്വാളിറ്റി ഫോർ ഇമേജ് ഇൻ ടേംസ് ഓഫ് ടെക്സ്റ്റ് പ്രിൻറ്റിങ് ഈസ് ഗുഡ്. ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ ഇതിൽ ഓക്കെ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്വയറ്റാണ്, ഫാസ്റ്ററാണ്, ഹൈ പ്രിൻറ്റിങ് ക്വാളിറ്റിയാണ്. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്, കോസ്റ്റ് ലെസ്സാണ്, നോ വാമപ്പ് അല്ലേ. ഇതിൽ എല്ലാം ഓക്കെയാണ്, പോർട്ടബിളാണ്.
ലൈറ്ററാണ്, ഇത് ചീപ്പാണ്. ആ വ്യത്യാസം മനസ്സിലായി. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോർ സസ്റ്റൈബിൾ ടു പേപ്പർ ജാംസ്. പേപ്പർ ജാം ആവും, ടോണർ ഈസ് എക്സ്പെൻസീവ് ഒക്കെയാണ്. ഇതിലെ ഇങ്ക് ഈസ് എക്സ്പെൻസീവ് ആണ്. വാട്ടർ പ്രൂഫ് ആൻഡ് നോക്കുക. റിക്വയർസ് സ്പെഷ്യൽ തെർമൽ ക്വാളിറ്റി പേപ്പർ ആവശ്യമുണ്ട്. ഇതിൽ ഇനീഷ്യൽ പർച്ചേസിങ് ഈസ് എക്സ്പെൻസീവ്. ദെൻ പ്രിൻസ് ആർ നോട്ട് ഫാസ്റ്റ്. നോയ്സ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇ വേസ്റ്റ് ആണ്. എന്താണ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഡിവൈസസ് ഒക്കെ ഉപയോഗശൂന്യമായിട്ട് അവിടെയും ഇവിടെയും കിടക്കുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ ടി വി ആവട്ടെ, ഫ്രിഡ്ജ്, വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും, ഫോണാവട്ടെ, ഒരു കേബിൾ ആവട്ടെ, ഒരു സോക്കറ്റ് ആവട്ടെ, ഇലക്ട്രോണിക്സിൽ എന്ത് ഡിവൈസും എന്തായാലും വയറിപ്പോൾ നിങ്ങൾ USB കേബിളൊക്കെ കേടായത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. ഹെഡ്ഫോണ് ഒക്കെ കേടായിട്ടുണ്ടാവും, അവിടെ ഇവിടെ വീടിൻ്റെ ചുറ്റും നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ ഇ വേസ്റ്റ് എന്ന് പറയാം. അത് ഇ വേസ്റ്റാണ്. അപ്പോൾ അത് മൊബൈൽ ഫോൺ, ടെലിവിഷൻ, അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് ഒരുപാട് അത് ഹാംഫുൾ ആയതുകൊണ്ട് അതിന് റെമഡീസ് വേണം, അതെന്തെങ്കിലും ചെയ്യണം എന്നുള്ള പിന്നെ എന്താ പറയുക, നമ്മൾ ഓരോ ഡിവൈസസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഇവിടെ കേടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇ വേസ്റ്റുകൾ എന്ത് ചെയ്യണം എന്നുള്ളതും ആ ഇ വേസ്റ്റ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ ടെക്നോളജി ഇങ്ങനെ മാറുമ്പോൾ എന്താവും, പുതിയ പുതിയ ഡിവൈസസ് ഇറങ്ങും, പഴയത് നമുക്ക് എക്സ്പയർ ആവും, നമ്മൾ യൂസ് ചെയ്യാതിരിക്കും, പിന്നെ പ്രൈസിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇ വേസ്റ്റ് എന്ത് ചെയ്യുന്നതാണ്, ഇപ്പോൾ 50 മില്യൺ ടൺസ് ഓഫ് ഇ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. 50 മില്യൺ ടൺസ്, 50 മില്യൺ ടൺ കണക്കിന് ടൺസ് എന്തുണ്ട്, ഇ വേസ്റ്റ് ഓരോ കൊല്ലം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഫാസ്റ്റ് ഗ്രോയിങ് റാപ്പിഡ് ചേഞ്ച് ടെക്നോളജിയൊക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ 15 to 20% മാത്രമേ നമുക്കത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ വേസ്റ്റ് കൂടിയാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതിലേക്ക് നമ്മളതിൽ ബോധേഡായിരിക്കണം, എന്ത് ചെയ്യണം അല്ലേ, അതിനെക്കുറിച്ച് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇനി ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വൈ ഷുഡ് വി കൺസേൺഡ് അബൌട്ട് ഇ വേസ്റ്റ്. ഇ വേസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാവുന്നത്? കാരണം എന്താണെന്നറിയോ, ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ പലതുമാണ്. അത് പിന്നീട് ഭൂമിയിൽ കിടക്കുമ്പോൾ അത് ടോക്സിക് ആയിട്ട് മാറും, നമുക്ക് ഡിഫറെൻറ്റ് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ ആ ടോക്സിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് ഒക്കെ എന്താണ്, ഈ ഹാംഫുൾ എലമെൻറ്റ്സ് ആണ്, സബ്സ്റ്റൻസസ് ആണ്. ഇത് ഭൂമിയിൽ കടന്നു കഴിഞ്ഞാൽ പിന്നീട് മഴ പെയ്യുമ്പോൾ മണ്ണിൽ അലിഞ്ഞിട്ട് നമ്മളുടെ മരത്തിലൂടെയും അല്ലെങ്കിൽ വെള്ളത്തിലൂടെയും നമുക്കത് കിട്ടും. അപ്പോൾ അതാണ് ഉള്ള പ്രശ്നം. പിന്നെ നമുക്കത് ഹെൽത്തിന് പ്രോബ്ലം വരും, പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഡിസീസൊക്കെ വരും. അത് ഏതൊക്കെയാണെന്നാണ് ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ വേസ്റ്റിൻ്റെ എന്താണ് ഈ വേസ്റ്റ്, നമുക്ക് എത്രത്തോളം ഹാംഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലെഡ് കൊണ്ട് നമുക്കുണ്ടാകും. ലെഡ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? സോൾഡർ ഓർ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, നമ്മൾ PCB മദർ ബോർഡിനെ ലാർജ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് ഇൻ കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ ഗ്ലാസ് എന്നൊക്കെയാണ് ഈ ലെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാൻ കോസ് ഡാമേജ് ഇൻ ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം. നമ്മളെ നെർവിനെയും ബ്ലഡിനെയും കിഡ്നിയെയും ഒക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മെർക്കുറി ആണെങ്കിൽ, അടുത്ത മെർക്കുറി ആണെങ്കിൽ ഫൗണ്ട് ഇൻ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ആ PCBയിൽ മെർക്കുറി ഉണ്ട്, LCD സ്ക്രീനിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ LCD യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് മെർക്കുറി കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എന്താവും, ആഫ്റ്റർ ബേബീസ് ഗ്രോയിങ് ബ്രെയിൻ ആൻഡ് നെർവ് സിസ്റ്റം, കുട്ടികൾ ജനിക്കുന്ന തന്നെ ഇങ്ങനെ ആയിപ്പോവും. പിന്നെ അഡൾട്ട്സ് ക്യാൻ സഫർ ഓർഗൻ ഡാമേജ്, അഡൾട്ട്സിന് ഓർഗൻ ഡാമേജ് വരും, മെൻ്റൽ ഇമ്പയർമെൻറ്റ് ആൻഡ് വെറൈറ്റി ഓഫ് അതർ സിംറ്റംസ്. ദെൻ കാഡ്മിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ചിപ്പ്, നമ്മൾ കുറേ ലാർജ് ICs ആണല്ലോ നമ്മുടെ സർക്യൂട്ടിലൊക്കെ ഉള്ളത്, അതിലാണ് ഈ കാഡ്മിയം ഉള്ളത്. അപ്പോൾ അത് കാഡ്മിയത്തിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ വേരിയസ് ടൈപ്സ് ഓഫ് ക്യാൻസർ വരും. അതുപോലെ അത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ബാധിക്കും. പിന്നെ അതുപോലെ ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ്
നമുക്ക് വരുന്ന കിട്ടുന്ന അത് കണ്ടത് ഫൗണ്ട് ഇൻ പ്രിൻറ്റഡ് സർക്യൂട്ട്. അതെ, അപ്പോൾ PCB ഭയങ്കരമാണെന്നുള്ള മനസ്സിലായില്ലേ? സം പ്ലാസ്റ്റിക്സ് എന്നാണ് ഇതിൻ്റെ സോഴ്സ്. അത് ടോക്സിൻ മേ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്. ഇനി നമ്മൾ ഈ വേസ്റ്റിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാറുണ്ട്. ശരിക്കും ആക്ച്വലി റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. കാരണം ചിലതൊക്കെ അങ്ങനെ തന്നെ കിടക്കും. കാരണം CRT എന്ന് പറഞ്ഞ സ്ക്രീനിലൊക്കെ ഹൈലി ഫോസ്ഫറും ലെഡൊക്കെ കിടക്കുന്നുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ വളരെ ഹാംഫുള്ളാണ്. അത് കാരണം അതിനെ ഹസാർഡസ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ആയിട്ടാണ് EPA ഏജൻസി ഇപ്പോൾ അതിനെ കൗണ്ട് ചെയ്തിരിക്കുന്നത്, CRT മോണിറ്ററിന്. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, കുറേയൊക്കെ ഇത് ഡംപ് ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ടിട്ട് ലാൻഡ് ഫില്ല് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും. കുഴിച്ചിടുക, വലിയ കുഴിയെടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി വേറെ പൊല്യൂഷൻ ഉണ്ടാവും, കത്തിച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഗവൺമെൻറ് എന്താ പറയുക, ഒരു കളക്ഷന് വെച്ചിട്ട് ഡിസ്പോസൽ മെത്തേഡ്സൊക്കെ ഗവൺമെൻറ് ഓർഡറിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കൽ ബോഡീസും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ മാനുഫാക്ചറും ലോക്കൽ ബോഡീസും ഗവൺമെൻറ്റുകളൊക്കെ കൂടെ എന്താ പറയുക, സേഫായിട്ട് ഇത് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുന്നുണ്ട്, ഇപ്പം നമ്മളെ വീട്ടിൽ നിന്നുള്ളതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പം നമ്മളൊരു മെറ്റീരിയൽ ഉണ്ടാക്കുമ്പം മാനുഫാക്ചർ തന്നെ മാക്സിമം ഹാംഫുൾ സബ്സ്റ്റൻസസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആവണം ഒരു ഡിവൈസ് ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് പിന്നെ അതൊരു വേസ്റ്റ് ആകുമ്പം നമുക്ക് അത്രത്തോളം ഹാംഫുൾ അല്ലാതെ വരുന്നത്. അപ്പോൾ അവിടെ മാനുഫാക്ചറിങ് സ്റ്റേജ് മുതൽ ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ വേസ്റ്റ് ഉണ്ടാകുന്നത് അവർ പോലും അതിന് റെസ്പോൺസിബിളാണ്. അപ്പോൾ അവർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, ആ രീതിയിൽ വേണം അതിൻ്റെ മാനുഫാക്ചറിങ് എടുക്കാൻ. അല്ലെങ്കിൽ ബൈബാക്ക് അറേഞ്ച്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ പ്രപ്പോസ് ചെയ്ത പല മെത്തേഡ്സും ഉണ്ട് ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേതാ നോക്കാം. ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് നോക്കാം. റീയൂസ്, അത് ഒരു ഡിസ്പോസൽ മെത്തേഡാണ്. അങ്ങനെ റീയൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡായിട്ട് സെയിൽ ചെയ്തിട്ട് വേറെയുള്ളവർ അത് യൂസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ പുതിയ കാര്യങ്ങൾ മൊബൈലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വാങ്ങുമ്പോൾ പക്ഷെ നമ്മളെ മൊബൈൽ കേട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് സെയിൽ ചെയ്യുക, അപ്പോൾ അവരത് യൂസ് ചെയ്തോളും ഉടനെ തന്നെ കളയാതെ. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് മണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തെ ബേൺ ചെയ്തിട്ട് കളയാം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 900 to 1000 ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ നമുക്ക് അങ്ങനെ ഡിസ്പോസ് ചെയ്യാം. പിന്നെ റീസൈക്ലിംഗ് ഓഫ് ഈ വേസ്റ്റ് ഉണ്ട്. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ പ്രോഡക്റ്റ്, ഇതിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ മോണിറ്റർ, കീബോർഡ്, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്കിൾ ചെയ്യാം. ലാൻഡ് ഫില്ലിങ്, ഇനി ഇതിനൊന്നും പറ്റാത്തത് എന്ത് ചെയ്യുക, വലിയ കുഴി വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ലാൻഡ് ഫില്ലിങ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സാണ് ഈ വേസ്റ്റ് ഡിസ്പോസലുള്ളത്. ഇനി നിങ്ങളുടെ റോൾസ് എന്താണ്, റോൾ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈ വേസ്റ്റ് ഡിസ്പോസൽ. അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത സാധനങ്ങൾ ഇങ്ങനെ എപ്പോഴും അൺനെസസറി എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക പുതിയൊരെണ്ണം വാങ്ങുന്നതിന് പകരം. ഇനി എന്താ പറയുക, റീസൈക്കിൾ ഇപ്പോൾ ഏതെങ്കിലും എക്യുപ്മെൻറ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാം, വിൽക്കാൻ വേണ്ടി നോക്കുക, ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിൽക്കുക. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ അതിനൊന്ന് സർക്കുലേറ്റ് ചെയ്യാം. ഇനി പുതിയൊരെണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ ഹസാർഡ്ലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉള്ള ലോങ് ലൈഫൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇനി മാനുഫാക്ചറുടെ വെബ്സൈറ്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ
കറക്റ്റായിട്ട് നിങ്ങൾ ഒരു വിലയിരുത്തുക, നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇനി എന്താ പറയുക, റീചാർജബിൾ ബാറ്ററി വാങ്ങിക്കുക. ഈ ബാറ്ററി വളരെ ഇതാണ്. അപ്പോൾ റീചാർജബിൾ ബാറ്ററി വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലോങ് ലൈഫ് കിട്ടും. ഇനി ഗുഡ് വാറണ്ടി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് നോക്കാം. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹാംഫുൾ ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ നമുക്കൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും അത് യൂസ് ചെയ്യാമെന്നും ഒക്കെ പറയുന്ന അതിൻ്റെ സ്റ്റഡിയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദ ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് അസോസിയേറ്റഡ് കോമ്പണൻറ്റ്സ് സച്ച് ആസ് മോണിറ്റർ, പ്രിൻ്റർ, സ്റ്റോറേജ് ഡിവൈസസ്. കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഡിവൈസസിൻ്റെയും ഉണ്ടാക്കുന്നത്, അതായത് ഡിസൈൻ ചെയ്യുന്നതും അത് ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും എന്താവണം, ഒരു ഹാംഫുൾ അല്ലാത്ത എൻവിറോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളൊരു സ്റ്റഡിയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. എത്ര എഫിഷ്യൻ്റ് ആയിട്ട് മിനിമം, അതായത് മിനിമം എൻവിറോൺമെൻറ്റിന് ഹാംഫുൾ അല്ലാതെ എങ്ങനെ നമുക്കൊരു ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യാം, അതായത് അത് ഡിസൈൻ ചെയ്യൽ എല്ലാ സ്റ്റേജിലും നമ്മൾ ഈ ഒരു ഗ്രീൻ പ്രോട്ടോക്കോള് പാലിക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള എനർജി സ്റ്റാർ ലേബലുണ്ട്. ഈ ഒരു ലേബലാണ് അവരതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ എനർജി സ്റ്റാർ എന്ന് പറയും. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇനിഷ്യേറ്റീവ് ടുവാർഡ്സ് ദിസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് വോളണ്ടറി ലേബലിംഗ് പ്രോഗ്രാം നോൺ ആസ് എനർജി സ്റ്റാർ. എനർജി സ്റ്റാർ എന്നാണ് ആ പ്രോഗ്രാമിന് പേര്. അത് EPA ഏജൻസിയാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രൊമോട്ട് ചെയ്ത് എഫിഷ്യൻ്റ്ലി ഹാർഡ്വെയർ ആണെങ്കിൽ, അതായത് എഫിഷ്യൻ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിന് ഇങ്ങനെ ഒരു ലേബൽ കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, എനർജി സ്റ്റാർ ലേബലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഗവൺമെൻറ് റെഗുലേഷൻ ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഓവറോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഐഡിയ. അപ്പം നമ്മളുടെ ഒരു ഹാബിറ്റ്, ഇപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഹാബിറ്റ് യൂസ് ചെയ്യുന്നിടത്തെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താ, കാരണം പല മേഖലകളിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഉണ്ട്. ഡിസൈനിങ് ചെയ്യുന്നിടത്ത്, മാനുഫാക്ചർ ചെയ്യുന്നിടത്ത് ഒക്കെ. അപ്പം യൂസ് ചെയ്യുന്നിടത്തുള്ള പിന്നെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് വെച്ചാൽ, ടേൺ ഓഫ് കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്, ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഓഫ് ചെയ്യുക. പവർ ഓൺ പെരിഫറൽ സച്ച് ആസ് ലേസർ പ്രിൻ്റർ ഓൺലി വെൻ നീഡഡ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓണാക്കുക. യൂസ് പവർ സേവർ മോഡിലിടുക. യൂസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ റാദർ ദാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വെൻ എവർ പോസിബിൾ. ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓൺലി ഇഫ് നെസസറി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വെറുതെ പ്രിൻ്റ് ഔട്ട് എടുക്കരുത്. യൂസ് LCD, CRTക്ക് പകരം LCD യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ LED ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, യൂസ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ വിത്ത് എനർജി സ്റ്റാർ ലേബൽ. അപ്പോൾ നമ്മളൊരു ഹാർഡ്വെയർ വാങ്ങുകയാണെങ്കിൽ, സോഫ്റ്റ്വെയർ വാങ്ങണേ, എനർജി സ്റ്റാർ ലേബലുള്ളത് വാങ്ങിക്കുക. ഡിസ്പോസ് ഇ വേസ്റ്റ് അക്കോർഡിംഗ് ടു സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ റെഗുലേഷൻ. നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം ഡിസ്പോസൽ മെത്തേഡ് പറഞ്ഞ രീതിയിൽ നമ്മളുടെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, സോളാർ എനർജി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ എങ്ങനെ ഗ്രീൻ ആവും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മേക്കിംഗ് കമ്പ്യൂട്ടർ ഗ്രീനർ ഇൻക്ലൂഡിങ് സൈസ്, എഫിഷ്യൻസി ആൻഡ് മെറ്റീരിയൽസ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ നമുക്കങ്ങനെ ഗ്രീൻ ആക്കണം എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊമോട്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ദ ഫോളോയിങ് 4 കോംപ്ലിമെൻ്ററി അപ്രോച്ചസ് ആർ എംപ്ലോയിഡ്. ഏതൊക്കെയാണ്? ഗ്രീൻ ഡിസൈനിങ്. ആ ഡിസൈൻ എന്ന് പറഞ്ഞത് എനർജി എഫിഷ്യൻ്റ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടർ ആയിരിക്കണം. സെർവേഴ്സും പ്രിൻറ്റേഴ്സ്, പ്രൊജക്ടേഴ്സ് ആൻഡ് അതർ ഡിജിറ്റൽ ഡിവൈസ് ഇങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസിങ് വേസ്റ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പം വേസ്റ്റ് മിനിമൈസ് ചെയ്യുക, അതർ കമ്പോണൻസ് ആൻഡ് റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ഗ്രീൻ യൂസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് മിനിമൈസ് ദ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ, നമ്മൾ നല്ല ആവശ്യമില്ലെങ്കിൽ ഓഫ് ആക്കുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പെരിഫറൽ. ഇനി ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത് റീകൺസ്ട്രക്റ്റിംഗ് യൂസ്ഡ് കമ്പ്യൂട്ടർ ഓർ അപ്രോപ്രിയേറ്റ്ലി ഡിസ്പോസിങ്, റീസൈക്ലിംഗ് അൺവാണ്ടഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. അത് ആ ഒരു ഗവൺമെൻറ്റൊക്കെ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ഡിസ്പോസൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ നോട്ടുകളൊക്കെ കുറിച്ച് വെക്കണം. ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞ അസൈൻമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാം.